പ്ലംബാഗോ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ചെത്തിക്കൊടുവേലി പ്ലംബാജിനേസിയെ കുടുംബത്തിലെ അംഗമാണ്. റെഡ് ഫ്ലവേർഡ് ലെഡ്വർട്ട് എന്നറിയപ്പെടുന്ന ഈ സസ്യം ലാൽ ചിത്ര എന്ന് ഹിന്ദിയിലും ചിത്രക് എന്ന് സംസ്കൃതത്തിലും അറിയപ്പെടുന്നു. ഇതിനെ തിരുവാതിരപ്പൂ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 1/2 മീറ്റർ മുതൽ 1 മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ചിരസ്ഥായി സസ്യമാണ് ചെത്തിക്കൊടുവേലി. ഇലകൾക്ക് 5 മുതൽ 10 സെന്റിമീറ്റർ നീളവും 4 മുതൽ 6 സെന്റിമീറ്റർ വീതിയും കാണും. നീണ്ട് ശിഖരങ്ങളുള്ള പൂങ്കുല അത്യന്തം മനോഹരവും പൂന്തോട്ടത്തിന് അലങ്കാരവുമാണ്. ഔഷധയോഗ്യമായ ഭാഗം അല്പം തടിച്ച വേരുകളാണ്. ഓരോ ചെടിയിലും 1/2 മീറ്റർ നീളവും 5 മുതൽ 8 മില്ലിമീറ്റർ വണ്ണവുമുള്ള 3-4 വേരുകൾ ഉണ്ടാകും. വെളുത്ത പൂക്കളോട് കൂടിയ പ്ലംബാഗോ സൈലാനിക്ക എന്ന വെള്ളക്കൊടുവേലിയും നീലപ്പൂക്കളോട് കൂടിയ പ്ലംബാഗോ ഒറിക്കുലേറ്റ എന്ന നീലക്കൊടുവേലിയും പ്രചാരത്തിലുണ്ടെങ്കിലും കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്നതും ഔഷധ നിർമ്മാണ രംഗത്ത് ഏറെ ഉപയോഗിക്കപ്പെടുന്നതും ചെത്തിക്കൊടുവേലിയാണ്. ചെത്തിക്കൊടുവേലിയുടെ വേരിൽ അടങ്ങിയിരിക്കുന്ന പ്ലംബാജിൻ എന്ന രാസവസ്തുവാണ് പ്രധാനമായും ഔഷധവീര്യം പ്രദാനം ചെയ്യുന്നത്. കൊടുവേലിക്കിഴങ്ങ് കൈകാര്യം ചെയ്യുമ്പോൾ തൊലിയിൽ പൊള്ളലുണ്ടാകുന്നത് ഈ രാസവസ്തു മൂലമാണ്. വേരിൽ ഏകദേശം 0.2 മുതൽ 1% വരെ പ്ലംബാജിൻ അടങ്ങിയിട്ടുണ്ട്. കൊടുവേലിക്കിഴങ്ങ് അർശസ്, മഹോദരം, ത്വക്ക് രോഗങ്ങൾ, ഗ്രഹണി എന്നിവയ്ക്കെതിരെ ഫലപ്രദമാണ്. ഇത് കഫം, വാതം തുടങ്ങിയവ ശമിപ്പിക്കുന്നു. കൊടുവേലിക്കിഴങ്ങും ചിറ്റമൃതും സമമെടുത്ത് കഷായം വെച്ച് രാവിലെയും വൈകിട്ടും കുടിച്ചാൽ പ്രമേഹം ശമിക്കും. കൊടുവേലി ചേർത്തുണ്ടാക്കുന്ന അഗ്നിതുണ്ടിവടി എന്ന ഔഷധം ദഹനക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമാണ്. മന്ത്, വെള്ളപ്പാണ്ട്, നീര് എന്നീ അസുഖങ്ങൾക്ക് കൊടുവേലി അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. ഔഷധ സോപ്പ് നിർമ്മാണത്തിൽ ഒരു പ്രധാന ഘടകമാണ് കൊടുവേലിക്കിഴങ്ങ്. ക്യാൻസറിനെതിരായും പ്രിസർവേറ്റീവായും ഇത് ഉപയോഗിക്കാമെന്ന് കണ്ടിട്ടുണ്ട്. കൂതഭൂകാദി ചൂർണം, ചിത്രഗാസവം, താലിസപത്രാദി ചൂർണം, ദശമൂലാരിഷ്ടം, ഗുൽഗുലു തിക്തക കഷായം, യോഗരാജ ചൂർണം തുടങ്ങിയ ഔഷധങ്ങളിൽ കൊടുവേലി ചേരുവയായുണ്ട്. ചെത്തിക്കൊടുവേലിയുടെ വിവിധ തരങ്ങൾ കേരള കാർഷിക സർവകലാശാലയിൽ പഠനവിധേയമാക്കുകയുണ്ടായി. ഇവയിൽ നിന്നും ഉരുത്തിരിച്ചെടുത്ത മേന്മയേറിയ ഇനങ്ങളാണ് മൃദുലയും അഗ്നിയും. ചെറിയ ഇലകളും നേർത്ത വേരുകളുമുള്ള മൃദുല എന്ന ഇനത്തിൻ്റെ വിളവ് 1 ഏക്കറിൽ നിന്നും 4000 കിലോ പച്ചവേരുകളാണ്. ഇതിൽ പ്ലംബാജിൻ എന്ന രാസവസ്തു കുറഞ്ഞ അളവിൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. വീതി കൂടിയ ഇലകളും തടിച്ച വേരുകളുമുള്ള അഗ്നി എന്ന ഇനം ഏക്കറിൽ നിന്നും 3400 കിലോ പച്ചവേരുകൾ ഉൽപ്പാദിപ്പിക്കും. ഇതിൽ 0.8% പ്ലംബാജിൻ അടങ്ങിയിട്ടുണ്ട്. സത്തെടുക്കുവാൻ ഈ ഇനം അനുയോജ്യമാണ്. ചൂടും ഈർപ്പവുമുള്ള ഉഷ്ണമേഖലാ പ്രദേശത്തും സമശീതോഷ്ണ മേഖലയിലും ചെത്തിക്കൊടുവേലി കൃഷി ചെയ്യാം. നല്ല നീർവാർച്ചയും താഴ്ചയുമുള്ള ഏത് മണ്ണിലും ഇത് വളർത്താവുന്നതാണ്. തുറസായ സ്ഥലങ്ങളിലും ഇടവിളയായി തെങ്ങിൻ തോപ്പുകളിലും കൃഷി ചെയ്യാം. ചെത്തിക്കൊടുവേലിയിൽ വിത്തുകൾ ഉണ്ടാകാറില്ല. തണ്ട് ഉപയോഗിച്ചാണ് വംശവർദ്ധനവ് നടത്തുന്നത്. വളർച്ചയെത്തിയ ചെടികളുടെ തലപ്പുകൾ ആവശ്യാനുസരണം മുറിച്ചെടുത്ത് നടീൽ വസ്തുവായി ഉപയോഗിക്കാം. ഇടത്തരം മൂപ്പുള്ള തണ്ടുകളാണ് നടാൻ യോജിച്ചത്. 1-2 മുട്ടുകളുള്ള തണ്ടുകൾ 0.05% IBA ലായനിയിൽ 1 മിനിറ്റ് മുക്കി നട്ടാൽ കൂടുതൽ മുള ശതമാനം ലഭിക്കുന്നതായി കണ്ടിട്ടുണ്ട്. തണ്ടുകൾ നഴ്സറിയിൽ നട്ട് വേരു പിടിപ്പിച്ചതിന് ശേഷം നടുകയും ചെയ്യാം. 2 മാസം കൊണ്ട് കമ്പുകൾ കൃഷിസ്ഥലത്ത് നടുവാൻ തയ്യാറാകും. ആഴത്തിൽ വേരോടുന്ന വിളയായതിനാൽ താഴ്ചയിൽ മണ്ണിളക്കി പരുവപ്പെടുത്തി വേണം ചെത്തിക്കൊടുവേലി നടുവാൻ.
കാലവർഷാരംഭത്തോടുകൂടി നിലം 1.5-2 അടി ആഴത്തിൽ ഉഴുതിളക്കി 1 മീറ്റർ വീതിയുള്ള വാരങ്ങൾ എടുക്കണം. അടിവളമായി ഏക്കറിന് 4 ടൺ കാലിവളം, 1/2 ടൺ എല്ലുപൊടി അല്ലെങ്കിൽ 100 കിലോഗ്രാം രാജ്പോസ് എന്നിവ ചേർത്ത് മുറിച്ചൊരുക്കിയ കമ്പുകൾ അടുത്തടുത്ത് നടാം. ഏക്കർ ഒന്നിന് 200 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്കും ജീവാണുവളങ്ങളായ ട്രൈക്കോഡെർമ, ആർബസ്കുലാർ മൈക്കോറൈസ, സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് എന്നിവ ഓരോ കിലോ വീതവും ചാണകത്തോടൊപ്പം പ്രയോഗിക്കുന്നത് കീടരോഗ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും. ചെടികൾ തമ്മിൽ 10 സെന്റിമീറ്റർ അകലം മതിയാകും. കമ്പുകൾ വേരുപിടിക്കാൻ ഏകദേശം 1.5 മാസം വേണ്ടിവരും. അതിനാൽ ഈ കാലയളവിൽ മഴയില്ലെങ്കിൽ ആവശ്യാനുസരണം നനച്ചു കൊടുക്കണം. നട്ട് 2-ാം മാസത്തിലും 4-ാം മാസത്തിലും കളകൾ നീക്കം ചെയ്ത ശേഷം ഏക്കറിന് 25 കിലോഗ്രാം യൂറിയ, 15 കിലോഗ്രാം പൊട്ടാഷ് എന്ന തോതിൽ മേൽവളപ്രയോഗം നടത്തി മണ്ണു കയറ്റിക്കൊടുക്കണം. ജൈവവളങ്ങൾക്ക് ഊന്നൽ നൽകിയുള്ള വളപ്രയോഗമാണ് സ്വീകരിക്കുന്നതെങ്കിൽ മേൽവളമായി ചാണകവെള്ളം 2 മാസത്തിലൊരിക്കൽ ഒഴിച്ചു കൊടുക്കാം. തുറസായ സ്ഥലത്ത് നട്ടിരിക്കുന്ന വിളയാണെങ്കിൽ വേനൽക്കാലത്ത് ഓല കൊണ്ട് ചെടികൾ മൂടുന്നത് നല്ലതാണ്. ചെറുതായി നനച്ചു കൊടുക്കുകയും ചെയ്യാം. ഇലകരിച്ചിലും കമ്പുണക്കവും സാധാരണ കണ്ടുവരാറുള്ള രോഗമാണ്. കരിഞ്ഞുണങ്ങിയ ഇലകളും കമ്പുകളും നീക്കം ചെയ്ത് തീയിട്ട് നശിപ്പിക്കണം. 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തെളിക്കുന്നതും നല്ലതാണ്. മീലിമുട്ടകൾ ഇലയുടെ അടിഭാഗത്തും ചെടിയുടെ ചുവട്ടിലും പറ്റിപ്പിടിച്ചിരുന്ന് നീരൂറ്റി കുടിച്ച് ചെടിയെ നശിപ്പിക്കും. ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഇലകൾ പറിച്ചെടുത്ത് നശിപ്പിക്കുന്നത് കീടബാധ ശമിപ്പിക്കാൻ സഹായിക്കും. കൂടുതൽ കീടബാധയുണ്ടെങ്കിൽ വേപ്പെണ്ണ 2% വീര്യത്തിൽ തെളിച്ച് ഇവയെ നിയന്ത്രിക്കാം. ത്രിപ്സിന്റെ ആക്രമണം മൂലം മഴക്കാലത്ത് ഇലകളുടെ അരികുകളും കൂമ്പും ചുരുണ്ട് വളർച്ച മുരടിക്കുന്നതായി കാണാം. വേപ്പെണ്ണ 2% വീര്യത്തിൽ തെളിച്ച് ഇവയെ നിയന്ത്രിക്കാം. നിമാവിരകളുടെ ആക്രമണം മൂലം വേരിൽ മുഴകൾ ഉണ്ടാകുകയും ക്രമേണ വേരിന്റെ വളർച്ച മുരടിക്കുകയും ചെയ്യും. ഉപദ്രവം കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിലമൊരുക്കുന്ന സമയത്ത് ഏക്കറിന് 2 ടൺ എന്ന തോതിൽ വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കണം. നട്ട് 1.5 മുതൽ 2 വർഷത്തിനുള്ളിൽ വിളവെടുക്കുന്നതാണ് അഭികാമ്യം. ഈ കാലയളവിൽ കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് പുറമെ വേരിൽ അടങ്ങിയിട്ടുള്ള പ്ലംബാജിന്റെ അളവും കൂടുതലായിരിക്കും. ഡിസംബർ-ജനുവരി മാസം വിളവെടുപ്പിന് നല്ല സമയമാണ്. ചുവട് ആഴത്തിൽ കിളച്ച് വേരുകൾ ശേഖരിക്കുന്നു. കൊടുവേലിയുടെ വേര് ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചാൽ പൊള്ളലേൽക്കുന്നതുകൊണ്ട് അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. വിളവെടുക്കുമ്പോൾ കയ്യിൽ ഉറകൾ ധരിക്കുന്നത് നല്ലതാണ്. കൊടുവേലി വേര് പച്ചയായാണ് കൂടുതലും വിപണനം ചെയ്യുന്നത്. മുറിച്ചെടുത്ത വേരുകൾ മണ്ണ് കുടഞ്ഞ് വൃത്തിയാക്കി കെട്ടുകളാക്കുന്നു. വേരുഭാഗം നടുവിൽ വരത്തക്ക രീതിയിൽ 2 വശത്തു നിന്നും കടകൾ അടുക്കി ഏകദേശം 10 കിലോ വീതമുള്ള കെട്ടുകളാക്കുന്നു. ഏക്കർ ഒന്നിന് ശരാശരി 4000 കിലോ പച്ചവേര് ലഭിക്കും. വെള്ളത്തിൽ നന്നായി കഴുകിയ ശേഷം തണലിൽ ഉണക്കിയും വിപണനം ചെയ്യാറുണ്ട്. കൊടുവേലി കിഴങ്ങ് ശുദ്ധി ചെയ്യുവാൻ കിഴങ്ങിനുള്ളിലെ നാരും പുറമെയുള്ള മുരിയും കളഞ്ഞ് ചുണ്ണാമ്പ് വെള്ളത്തിൽ ഇട്ടുവച്ച് കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിൽ കഴുകിയെടുക്കുക. ചുണ്ണാമ്പ് വെള്ളത്തിന്റെ നിറം ഇളം ചുവപ്പിൽ നിന്ന് സ്വാഭാവികമായ വെളുത്ത നിറം ആകുന്നതുവരെ ഈ പ്രക്രിയ ആവർത്തിക്കണം.